ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ എല്ലാവർക്കും ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ലൈറ്റ് ഹൌസ് പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തൊട്ടാകെ കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ നാളെ മുതൽ. ഒരുക്കങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വിലയിരുത്തി. കേരളത്തിൽ ഡ്രൈ റൺ 4 ജില്ലകളിൽ. വാക്സിൻ വിതരണത്തിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 96.08%. കേരളത്തിൽ ഇന്ന് 4991 പേർക്ക് കൂടി കോവിഡ്. 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരി 10 മുതൽ. ഇത്തവണ പ്രദർശന വേദി മറ്റ് ജില്ലകളിലും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ 6 ലൈറ്റ് ഹൌസ് പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി നിർവഹിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയതിന് മധ്യപ്രദേശ് സർക്കാരിന് ശ്രീ മോദി പുരസ്കാരം സമ്മാനിച്ചു. മുൻകൂറായി നിർമ്മിച്ച പാളികൾ ഉപയോഗിച്ച് 1024 വീടുകളാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിർമ്മിക്കുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്തെ എല്ലാവർക്കും ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഹൌസിംഗ് ടെക്നോളജി ചലഞ്ച് ഇന്ത്യയുടെ കീഴിൽ നടപ്പിലാക്കുന്ന ലൈറ്റ് ഹൌസ് പദ്ധതികളുടെ ശിലാസ്ഥാപനം വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി സോഫിയ ഡാനിയേൽ. കോവിഡ്-19 ഉയർത്തിയ ആഗോള വെല്ലുവിളികൾ പുതിയ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കണ്ടെത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിന് ഇന്ന് തുടക്കം കുറിച്ച 6 ലൈറ്റ് ഹൌസ് പദ്ധതികൾ സഹായകരമാകും. അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പദ്ധതികൾ പൂർത്തീകരിക്കുന്നത്. നിർധനർക്കായി താങ്ങാവുന്ന ചെലവിൽ ചുരുങ്ങിയ കാലയളവിൽ ഭവനം നിർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന മികച്ച രീതിയിൽ നടപ്പാക്കിയവർക്കുള്ള വാർഷിക പുരസ്കാരവും ചടങ്ങിൽ സമ്മാനിച്ചു. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയോടൊപ്പം ത്രിപുര, ഝാർഖണ്ഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നാളെ മുതൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ ഡ്രൈ റണ്ണിനുള്ള ഒരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ വിലയിരുത്തി. ഡ്രൈ റണ്ണിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരുകൾ പൂർത്തീകരിക്കണമെന്നും യോഗത്തിൽ അദ്ദേഹം നിർദ്ദേശം നൽകി. വാക്സിൻ വിതരണത്തിലെ അപാകതകൾ മുൻകൂട്ടി മനസ്സിലാക്കുകയാണ് ഡ്രൈ റണ്ണിന്റെ ലക്ഷ്യമെന്ന് ശ്രീ ഹർഷവർദ്ധൻ വ്യക്തമാക്കി. കേരളത്തിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള ഡ്രൈ റണ്ണിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതായി ആരോഗ്യമന്ത്രി കെ ശൈലജ. കേരളത്തിൽ 4 ജില്ലകളിലായാണ് ഡ്രൈ റൺ നടക്കുന്നത്. തിരുവനന്തപുരം, വയനാട്, പാലക്കാട്, ഇടുക്കി ജില്ലകളിലാണ് നാളെ ഡ്രൈ റൺ നടക്കുക. തിരുവനന്തപുരത്ത് 3 ആശുപത്രികളിലും മറ്റു ജില്ലകളിൽ ഓരോ ആശുപത്രികളിലുമാണ് ഡ്രൈ റൺ നടത്താൻ തീരുമാനമായത്. മഹാരാഷ്ട്രയിൽ കോവിഡ് വാക്സിൻ ഡ്രൈ റണ്ണിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. പൂനെ, നാഗ്പൂർ ഉൾപ്പെടെയുള്ള 4 പ്രധാന നഗരങ്ങളെയാണ് ഡ്രൈ റണ്ണിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 3 കേന്ദ്രങ്ങളിലെ 25 പേരെ വീതം ഇതിൽ ഉൾപ്പെടുത്തിയതായി മഹാരാഷ്ട്ര ആരോഗ്യമന്ത്രി രാജേഷ് തോപ്പെ അറിയിച്ചു. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.08%. കഴിഞ്ഞ ദിവസം മാത്രം 23,000-ലധികം പേർ രോഗമുക്തി നേടി. ആകെ രോഗബാധിതരിൽ 2.47% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 2,54,000-ഓളം പേരാണ് രാജ്യത്ത് കോവിഡ് ചികിത്സയിൽ കഴിയുന്നത്. കേരളത്തിൽ ഇന്ന് 4,991 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളം ജില്ലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ. 5,111 പേർ രോഗമുക്തി നേടി. ഇതോടെ ചികിത്സയിലുള്ള കോവിഡ് രോഗികളുടെ എണ്ണം 65,054 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,790 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 9.45% രോഗസ്ഥിരീകരണ നിരക്ക്. ഇന്ന് 23 കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണസംഖ്യ 3,095. കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിനിമാ തിയേറ്ററുകൾ ഈ മാസം 5 മുതൽ തുറക്കും. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും അനുമതി നൽകി. മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിൽ കോവിഡ് പരിശോധനകൾക്കുള്ള നിരക്ക് കുറച്ചു. RT-PCR പരിശോധനയ്ക്ക് 1,500 രൂപ, എക്സ്പേർട്ട് നാറ്റ് ടെസ്റ്റിന് 2,500 രൂപ, ട്രൂ നാറ്റ് ടെസ്റ്റിന് 1,500 രൂപ,
RT ലാമ്പിന് 1150 രൂപ, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന് 300 രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്കുകൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരി 10 മുതൽ നടത്തും. ഡിസംബറിൽ നടക്കേണ്ടിയിരുന്ന മേള കോവിഡ് വ്യാപനത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം, എറണാകുളം, പാലക്കാട്, തലശ്ശേരി എന്നീ 4 മേഖലകളിലായിരിക്കും ഇത്തവണ മേള സംഘടിപ്പിക്കുക. തിരുവനന്തപുരത്ത് ഫെബ്രുവരി 10 മുതൽ 14 വരെയും, എറണാകുളത്ത് 17 മുതൽ 21 വരെയും, തലശ്ശേരിയിൽ 23 മുതൽ 27 വരെയും, പാലക്കാട് മാർച്ച് 1 മുതൽ 5 വരെയുമായിരിക്കും മേള. 200 പേർക്ക് മാത്രമാണ് തിയേറ്ററിൽ പ്രവേശനമുണ്ടാവുക. രജിസ്ട്രേഷന് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 14ാം കേരള നിയമസഭയുടെ 22ാം സമ്മേളനം ജനുവരി 8 മുതൽ നടത്താൻ സംസ്ഥാന മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലുള്ള മ്യൂസിയം ഈ മാസം 5-ന് പൊതുജനങ്ങൾക്കായി വീണ്ടും തുറന്നുകൊടുക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷം മാർച്ച് 13-നാണ് മ്യൂസിയം അടച്ചിട്ടത്. തിങ്കളാഴ്ചകളിലും അവധി ദിവസങ്ങളിലും ഒഴികെ സന്ദർശകർക്ക് പ്രവേശനമുണ്ടായിരിക്കും. സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി സന്ദർശകർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനും വ്യത്യസ്ത സമയക്രമവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചരക്കു സേവന നികുതി നടപ്പിലാക്കിയതിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന തുക ഇക്കഴിഞ്ഞ ഡിസംബറിൽ സമാഹരിച്ചു. 1,15,174 കോടി രൂപയാണ് GST വരുമാന ഇനത്തിൽ കേന്ദ്ര സർക്കാർ സമാഹരിച്ചത്. ഇതിൽ 21,365 കോടി രൂപ കേന്ദ്ര GSTയും 27,804 കോടി രൂപ സംസ്ഥാന GSTയുമാണ്. 57,426 കോടി രൂപ സംയോജിത GSTയിലൂടെയും സമാഹരിച്ചു. 2020 ഡിസംബറിൽ 87 ലക്ഷം GST റിട്ടേണുകളാണ് ഫയൽ ചെയ്തത്. നടപ്പ് സാമ്പത്തിക വർഷം ഇത് 3-ാം തവണയാണ് GST വരുമാനം 1 ലക്ഷം കോടി രൂപ കവിയുന്നത്. ഉത്തരേന്ത്യയിൽ അതിശൈത്യവും ശീതതരംഗവും തുടരുന്നു. പടിഞ്ഞാറൻ ഹിമാലയൻ മേഖലയിൽ നിന്നുള്ള ശീതക്കാറ്റ് വരും ദിനങ്ങളിൽ ശക്തിയാർജിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാസം 6 വരെ അതിശൈത്യം തുടരുമെന്നും പല സ്ഥലങ്ങളിലും മഞ്ഞുവീഴ്ചയും മഴയും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ മധ്യപ്രദേശ്, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് ശീതക്കാറ്റും അതിശൈത്യവും ശക്തമായി തുടരുന്നത്. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 118 പോയിന്റ് ഉയർന്ന് 47,869 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 37 പോയിന്റ് നേട്ടത്തിൽ 14,019 പുതുവത്സര ദിനത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില 80 രൂപ വർദ്ധിച്ച് 37,440 രൂപയും ഗ്രാമിന് 10 രൂപ കൂടി 4,680 രൂപയുമായി. യൂറോപ്യൻ യൂണിയനുമായുള്ള 48 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ച് ബ്രിട്ടൻ ഔദ്യോഗികമായി പുറത്തുപോയി. 4.5 വർഷം നീണ്ട ബ്രെക്സിറ്റ് ചർച്ചകൾക്കും വോട്ടെടുപ്പുകൾക്കും ശേഷമാണ് നടപടി. ബ്രിട്ടീഷ് പാർലമെന്റിലെ ഇരുസഭകളും ചേർന്ന് പാസാക്കിയ ബ്രെക്സിറ്റ് ബില്ലിന് ബുധനാഴ്ച എലിസബത്ത് രാജ്ഞിയും അനുമതി നൽകിയിരുന്നു. ഇതോടെ ബിൽ നിയമമായി. കോവിഡ് ചികിത്സയുടെ അടിയന്തര ഘട്ടങ്ങളിൽ ഫൈസർ ബയോൺടെക് വാക്സിൻ ഉപയോഗിക്കുന്നതിന് ലോകാരോഗ്യ സംഘടന അനുമതി നൽകി. ഇതിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്കും ഈ വാക്സിൻ ഉടൻ ലഭ്യമാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. മരുന്ന് നിയന്ത്രണ അതോറിറ്റി നിലവിലുള്ള ഓരോ രാജ്യവും കോവിഡ് വാക്സിൻ ഉപയോഗിക്കുന്നതിന് പ്രത്യേകം അനുമതിയാണ് നൽകുന്നത്. എന്നാൽ ആരോഗ്യമേഖല ദുർബലമായ രാജ്യങ്ങൾ സാധാരണയായി അനുമതിക്ക് ലോകാരോഗ്യ സംഘടനയെയാണ് സമീപിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ എല്ലാവർക്കും ഭവനമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ലൈറ്റ് ഹൌസ് പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തൊട്ടാകെ കോവിഡ് വാക്സിന്റെ ഡ്രൈ റൺ നാളെ മുതൽ. ഒരുക്കങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി വിലയിരുത്തി. കേരളത്തിൽ ഡ്രൈ റൺ 4 ജില്ലകളിൽ. വാക്സിൻ വിതരണത്തിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക് 96.08%. കേരളത്തിൽ ഇന്ന് 4,991 പേർക്ക് കൂടി കോവിഡ്. 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഫെബ്രുവരി 10 മുതൽ. ഇത്തവണ പ്രദർശനവേദി മറ്റ് ജില്ലകളിലും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി
ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.